നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് ആ സർവേ നടപടികൾ റദ്ദ് ചെയ്തിരുന്നു ഹൈക്കോടതി. അതിലിപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വരുന്നു. ഹൈക്കോടതി വിധി ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. സംസ്ഥാന സർക്കാരിന് ആശ്വാസമാണ്. ഹൈക്കോടതിയാണ് സർവേ നടപടികൾ സ്റ്റേ ചെയ്തതെങ്കിൽ സുപ്രീം കോടതി ഇപ്പോൾ ആ ഹൈക്കോടതി വിധി അതിപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ താൽക്കാലികമായി സംസ്ഥാന സർക്കാരിന് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമാണ് ഉള്ളത്. അതിൽ ഈ സർവേയെക്കുറിച്ച് CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് അറിവുണ്ടായിരുന്നു എന്നതടക്കമുള്ള വാദമുഖങ്ങൾ ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണിച്ചപ്പോൾ, ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഉയർന്നു വന്നതാണ്. അതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സർവേ നടപടികൾ കോടതി തടഞ്ഞത്. അച്യുതൻ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, അപ്പോൾ ഈ സർവേ നടപടികളുമായി ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാം സർക്കാരിന് എന്നുള്ളതാണോ അച്യുതൻ? ഉന്മേഷ്, തീർച്ചയായിട്ടും ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ഈ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ആശ്വാസം ലഭിച്ചിരിക്കുന്നു. അതായത് സർവേ നടപടികൾക്ക് പച്ചക്കൊടി ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് സർക്കാരിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ നേരത്തെ ഈ നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ കോടതി നിരീക്ഷിച്ചത് ഈ സർക്കാർ നടത്തിയ ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ അതിന്റെ ഒരു മൂല്യനിർണ്ണയം നടത്തുന്നതിൽ തെറ്റെന്താണ് എന്നുള്ളതാണ് സുപ്രീം കോടതി ഉന്നയിച്ചത്. ഹൈക്കോടതിയുടെ ഇടപെടൽ പരിശോധിക്കണം എന്ന് കേരളം ഈ തുടക്കത്തിൽ ഉന്നയിക്കുകയുണ്ടായി. കേരളത്തിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ആയിരുന്നു ഹാജരായത്. എന്നാൽ ഇതിന്റെ എതിർഭാഗം, അതായത് കേരള ഹൈക്കോടതിയിലെ ഹർജിക്കാർ ഇതിനെ എതിർത്തു. അവർ ചൂണ്ടിക്കാട്ടിയത് ഈ CPIഎം സംസ്ഥാന സെക്രട്ടറിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സർവേ നടത്തുന്നത്. പാർട്ടിയുടെ വോളണ്ടിയർമാരാണ് ഇതിന്റെ ഭാഗമാകുന്നത്. അപ്പോൾ ഇതൊരു സർക്കാർ പരിപാടിയല്ല, മറിച്ച് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചാരണമാണ് നടക്കുന്നതെന്ന് എതിർഭാഗം ചൂണ്ടിക്കാട്ടി. പക്ഷേ കോടതി അവിടെ നിരീക്ഷിച്ചത് ഈ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു മൂല്യനിർണ്ണയം എന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഇവിടെ സംസ്ഥാനത്തിന് ആശ്വാസമായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നവകേരള സർവേ റദ്ദാക്കിയ കേരള ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ ഒരു അവസാന ഘട്ടത്തിൽ ഈ സർവേക്ക് ചിലവഴിച്ച തുക, അതിന്റെ വിശദാംശങ്ങൾ സുപ്രീം കോടതിയെ അറിയിക്കണമെന്നുകൂടി കോടതി പരാമർശിക്കുകയുണ്ടായി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചാണ് ഇന്ന് ഈ വിഷയം പരിഗണിച്ച ഘട്ടത്തിൽ ഒരു ദീർഘവാദമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തുടക്കത്തിൽ തന്നെ ഈ നിരീക്ഷണം നടത്തിക്കൊണ്ട് കോടതി ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഉന്മേഷ്, അച്യുതൻ, ഇപ്പോൾ ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഈ ഹർജി വന്ന സമയത്ത് ഈ ഹർജിക്കാർ ഉന്നയിച്ച വാദമുണ്ടായിരുന്നു. അത് ഈ പൊതുഖജനാവിലെ ഫണ്ട്, ഒപ്പം സർക്കാർ സംവിധാനങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് രാഷ്ട്രീയ നേട്ടത്തിനായുള്ള പ്രവർത്തനം എന്നുള്ളതായിരുന്നല്ലോ. അപ്പോൾ സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ ആ വാദമുഖങ്ങൾ സുപ്രീം കോടതി കണക്കിലെടുക്കുന്നില്ല എന്നാണോ? ഉന്മേഷ്, തീർച്ചയായിട്ടും. അതായത് ഇന്നും ഹർജിക്കാർ ആ വാദം, അതായത് എതിർഭാഗം നിലവിൽ സുപ്രീം കോടതിയിലേക്ക് വരുമ്പോൾ എതിർഭാഗമാണ് അവരൊന്ന് ചൂണ്ടിക്കാട്ടിയത് ഈ സർവേക്ക് ഈ പറഞ്ഞതുപോലെ അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള പ്രചാരണമാണ്, പാർട്ടിയുടെ പ്രചാരണമാണ് നടക്കുന്നത്, ഇതിൽ പങ്കെടുക്കുന്നത് പാർട്ടിയുടെ വോളണ്ടിയർമാരാണ് എന്ന തുടങ്ങിയ വാദങ്ങൾ ഉന്നയിച്ചു. പക്ഷെ അത് കോടതി മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്നത് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറിച്ച് സംസ്ഥാനം മുന്നോട്ട് വെച്ച കാര്യം, അതായത് ഹൈക്കോടതിയുടെ ഒരു അനാവശ്യ ഇടപെടൽ, പല കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയ ഒരു അനാവശ്യ ഇടപെടലാണ് ഉണ്ടായത്. ഇത് സുപ്രീം കോടതി പരിശോധിക്കണമെന്നത് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടി. അപ്പോൾ ഇതിന്റെ എതിർഭാഗം വീണ്ടും എതിർക്കുകയാണ് ഉണ്ടായത്. ഇത് ഒരിക്കലും അംഗീകരിക്കരുത് എന്ന തരത്തിൽ. അപ്പോൾ കോടതി നിരീക്ഷിച്ചത് സർക്കാർ പണം ചെലവാക്കി പല ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നു. ആ ക്ഷേമ പദ്ധതികളുടെ മൂല്യനിർണ്ണയം അവർ നടത്തുന്നതിൽ എന്താണ് തെറ്റ് എന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുകയുമുണ്ടായി. ആ നിരീക്ഷണത്തിനൊടുവിലാണ് ഈ കേരള ഹൈക്കോടതിയുടെ ഉത്തരവ്, അതായത് നവകേരള സർവേ റദ്ദാക്കിയ ഉത്തരവ് ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിൽ ഈ ഹൈക്കോടതി ഈ സർവേ നടപടി റദ്ദാക്കിയത് ധനകാര്യ അനുമതി ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു. പക്ഷേ സംസ്ഥാനം ഈ സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത് ഇത്തരത്തിൽ മന്ത്രിസഭയുടെ അംഗീകാരത്തോടുകൂടി ബജറ്റിൽ വകയിരുത്തിയ തുക ഉപയോഗിച്ചാണ് ഈ സർവേ നടപടികൾ ആരംഭിച്ചത് എന്ന തരത്തിലുള്ള വാദമായിരുന്നു. നിലവിൽ ഇപ്പോൾ എന്തായാലും സർക്കാരിന് വലിയ ആശ്വാസമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇതൊരു രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രചാരണത്തിന്റെ ഭാഗം എന്ന എതിർഭാഗത്തിന്റെ വാദം അത് മുഖവിലക്കെടുക്കാതെയാണ് സുപ്രീം കോടതി ഇപ്പോൾ സർക്കാരിന് നവകേരള സർവേക്ക് പച്ചക്കൊടി നൽകിയിരിക്കുന്നത്.
അച്യുതൻ, ഒപ്പം തന്നെ ഈ ഹൈക്കോടതി ഉത്തരവിനോടൊപ്പം തന്നെ പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കുകയോ മന്ത്രിസഭ അംഗീകരിക്കുകയോ പോലും ചെയ്യുന്നതിന് മുമ്പേ CPIM സംസ്ഥാന സെക്രട്ടറി അണികൾക്ക് ഇതിനെക്കുറിച്ച് കത്ത് നൽകിയത് എങ്ങനെയാണ് എന്ന മട്ടിലൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നിരുന്നോ? സുപ്രീം കോടതിയിൽ ഇന്ന് എതിർഭാഗം മാത്രം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതായത് ഈ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പെടുത്തിരിക്കുന്ന സമയത്ത് ഇനിയും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ ഇത്തരത്തിൽ ഒരു സർവേയുമായി ഇറങ്ങുന്നത് അത് സർക്കാരിന്റെ ലക്ഷ്യം മറ്റൊന്നാണ്. ഇവിടെ ഈ പാർട്ടിയുടെ പ്രചാരണം നടത്തുക എന്നുള്ളതാണ് ഈ ലക്ഷ്യപ്പെടുന്നത്. ഈ ക്ഷേമ പദ്ധതികൾ എങ്ങനെ നടക്കുന്നു എന്നറിയാൻ സംസ്ഥാനത്തിന് അവകാശമില്ല, അല്ലെങ്കിൽ അത് ആ മൂല്യനിർണ്ണയം നടത്തുന്നതിൽ എന്താണ് തെറ്റ് എന്നത് സുപ്രീം കോടതി ആ ഘട്ടത്തിൽ തന്നെ നിരീക്ഷിക്കുകയുമുണ്ടായി. സർക്കാർ ഒപ്പം തന്നെ ചൂണ്ടിക്കാട്ടിയത് ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഇത്തരത്തിൽ ഈ ഉത്തരവ് അല്ലെങ്കിൽ നവകേരള സർവേ റദ്ദാക്കിയതെന്ന് സംസ്ഥാന സർക്കാർ തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. നിലവിൽ ഇപ്പോൾ സുപ്രീം കോടതി ഇതിന്റെ മറ്റു വശങ്ങൾ, അതായത് ഈ സർവേ നടത്തുന്നത് ഒരു മൂല്യനിർണ്ണയം ആണ് എന്നത് കണക്കിലെടുത്തുകൊണ്ടാണ്, എന്നത് നിരീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നടപടിയിലേക്ക് സുപ്രീം കോടതി കടന്നിരിക്കുന്നത്. ക്ഷേമ പദ്ധതികളെ കുറിച്ച് അറിയാൻ സർക്കാരിന് അവകാശമുണ്ട് എന്നുള്ള നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. ആ മൂല്യനിർണ്ണയം നടത്തുന്നതിൽ തെറ്റില്ല എന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ആ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ അവസാന ഘട്ടങ്ങളിൽ, ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇതിന്റെ എത്രയാണ് ഇതിന് ചെലവായതെന്നത് കോടതി അറിയിക്കാൻ കൂടി ഇപ്പോൾ സംസ്ഥാനത്തിനോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് നിരവധി തുക ചെലവഴിച്ചാണ്, കോടി രൂപ ചെലവഴിച്ചാണ് ഇത് നടക്കുന്നതെന്ന് ഹർജിക്കാർ ഉന്നയിച്ച ആ ഘട്ടത്തിലാണ് എത്രയാണ് ഈ തുകയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ചെലവാക്കുന്ന തുക സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയിക്കാൻ കൂടി സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് വലിയൊരു ആശ്വാസം സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. സർക്കാർ വാദിച്ചിരുന്നത് തന്നെ ഈ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തൽ നടത്തുന്നതിനായാണ്. ജനങ്ങളിലേക്ക് അത് എത്രത്തോളം പ്രതിഫലിച്ചു, അല്ലെങ്കിൽ അവരത് ഏത് തരത്തിലാണ് എടുത്തിരിക്കുന്നത്, ഇനി സർക്കാർ എന്ത് മാറ്റങ്ങൾ വരുത്തണമെന്ന് തുടങ്ങിയ ഒരു സർവേയാണ് എന്നതായിരുന്നു സംസ്ഥാനം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച വാദങ്ങൾ. പക്ഷേ എതിർഭാഗം പറഞ്ഞത് ഇതൊരു തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു പ്രചരണ തന്ത്രമാണ്, പാർട്ടിയുടെ പ്രചാരണ തന്ത്രം കൂടിയാണ് ഇതെന്നായിരുന്നു. പക്ഷേ അത് മുഖവിലക്കെടുക്കാതെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ഒരു അനുകൂല തീരുമാനം, സംസ്ഥാന സർക്കാരിന് അനുകൂലമായിട്ടൊരു ഉത്തരവിലേക്ക് കോടതി തന്നെ ഇപ്പോൾ കടന്നിരിക്കുന്നത്. അച്യുതൻ, അങ്ങനെ ഈ ക്ഷേമ പദ്ധതികളെ കുറിച്ചറിയാൻ സർക്കാരിന് അവകാശമുണ്ട് എന്ന് സുപ്രീം കോടതി പറയുമ്പോഴും പഴയ ചില ചോദ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന്. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സർക്കാരിന്റെ മുഖമാകാൻ കഴിയുമോ, രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് സർക്കാരിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമോ, അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ധനവിനിയോഗ അനുമതിയില്ലാതെ പൊതുഫണ്ട് ഉപയോഗിക്കാനാകുമോ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ചോദ്യങ്ങൾ കൂടി ഹൈക്കോടതി ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും കൃഷ്ണ, ഹൈക്കോടതിയിൽ സുപ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ധനകാര്യ അനുമതി ഇല്ലാതെയാണ് ഇത്തരത്തിലൊരു സർവേ നടത്തുന്നത്. ഒപ്പം തന്നെ അവിടെ ഹർജിക്കാരുടെ പല ആവശ്യങ്ങൾ, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച പല കാര്യങ്ങൾ മുഖവിലേക്ക് എടുത്തുകൊണ്ടായിരുന്നു ഹൈക്കോടതി ഈ നവകേരള സർവേ റദ്ദാക്കിയത്. പക്ഷേ സുപ്രീം കോടതിയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. കാരണം സംസ്ഥാന സർക്കാർ ഈ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് ബജറ്റിൽ വകയിരുത്തിയ പണമാണ് സർവേക്ക് ചെലവഴിക്കുന്നത്, മന്ത്രിസഭയുടെ അനുമതി ഈ സർവേക്കുണ്ട് എന്ന കാര്യങ്ങൾ മുൻനിർത്തിയായിരുന്നു സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജി നൽകിയത്. അടിയന്തര സ്റ്റേ വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കിയ സുപ്രീം കോടതി അങ്ങനെയാണ് ഇന്ന് ഈ കേസ് പരിഗണിക്കാനായി തീരുമാനിച്ചതും. തുടക്കത്തിൽ തന്നെ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ, സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടിയത് ഈ അനാവശ്യമായ കാര്യങ്ങൾ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയാണ് ഈ സർവേ റദ്ദാക്കി വെച്ചിരിക്കുന്നത്. ഇത് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഒരു മൂല്യനിർണ്ണയം നടത്താനാണ് ഈ സർവേ നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചു. അപ്പോൾ ഇതിന്റെ എതിർഭാഗം ഉന്നയിച്ചൊരു കാര്യം എന്നുള്ളത്, ഇതൊരു തെരഞ്ഞെടുപ്പെടുത്തിയിരിക്കുന്ന സമയത്ത് ഒരു പാർട്ടി സെക്രട്ടറിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ചതാണ് ഈ സർവേ നടപടികൾ. ഒപ്പം തന്നെ പാർട്ടി വോളണ്ടിയർമാരാണ് ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങുന്നത്. അപ്പോൾ ഇതൊരു പ്രചരണ തന്ത്രമാണ്, പ്രചരണ പരിപാടിയാണ് പാർട്ടിയുടെ എന്ന തരത്തിലായിരുന്നു എതിർഭാഗത്തിന്റെ വാദം. ആ ഘട്ടത്തിലാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്, സംസ്ഥാന സർക്കാർ കോടികൾ ചെലവഴിച്ച് ഓരോ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അതിന്റെ മൂല്യനിർണ്ണയം നടത്തുന്നതിൽ എന്താണ് തെറ്റ് എന്നതായിരുന്നു സുപ്രീം കോടതി ഇന്ന് ഈ കേസിൽ നിരീക്ഷിച്ചിരിക്കുന്ന ഒരു സുപ്രധാന നിരീക്ഷണം എന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന് ഈ ഒരു അനുകൂല തീരുമാനം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് ഇത് റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള തീരുമാനമാണ് സുപ്രീം കോടതിയിൽ നിന്ന് സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.